എന്റെ വണ്ടി ഓന ഓട്ടോ ഡ്രൈവറാണ്. വണ്ടി പെരുന്നാളിന്റെ ആക്സിഡന്റ് ആയി വർക്ക്ഷോപ്പ് കിടക്കി. കയ്യിൽ വേറെ പൈസ ഒന്നുമില്ലേ. സന്തോഷായി. ഇത് ഒരിക്കലെങ്കിലും ഇങ്ങനെ ഒരു അവസരം എണ്ണാനുള്ള അവസരം വിചാരിച്ചിട്ടുണ്ടോ? പേടിയോ വിറയ്ക്കുന്നുണ്ടോ? ചെറുതായിട്ട് വിറക്കിട്ട് ട്രയൽ വരണം. ഒരു പ്രാവശ്യം ട്രയൽ വേണം. അന്നൊന്ന് ട്രയൽ എണ്ണിക്കോ. ആദ്യം വന്ന ഒരാൾക്ക് മാത്രമേ കൊടുക്കുന്നുള്ളൂ, രണ്ടാമത് വന്ന ആളുകളെ അവഗണിക്കുന്നു എന്ന് പറയുന്നുണ്ട്. അങ്ങനെ വേണ്ട, വേഗം എണ്ണി അങ്ങ് എടുക്ക്. ഇപ്പൊ എത്ര രൂപ എണ്ണി എടുത്തു? കണക്ക് പഠിപ്പിച്ച മാഷ് പ്രത്യേകം ശ്രദ്ധിച്ചോളൂ. പെട്ടെന്ന് പറയാൻ പറ്റില്ല. എന്താണ് ഐഫയെ കുറിച്ച് പറയാനുള്ളത്? ഈ ഷോപ്പിനെ കുറിച്ച് കേട്ടിട്ടുണ്ടോ? ഫാമിലി ആയിട്ട് വിസിറ്റ് ചെയ്യണം. ഇനിയും ഫോളോ ചെയ്യാൻ നിങ്ങൾ മടിക്കേണ്ടതില്ല. ഫോളോ ചെയ്ത് വെച്ചോളൂ. ഫോളോ ചെയ്ത് വെച്ച് കഴിഞ്ഞാല് ഒരു ദിവസം ഭാഗ്യം നിങ്ങളെയും തേടിയെത്തും. 3 പേജാണ്: ഐഫ ഹോം, ഫൈസൽ ചേരൻ, ഐഫ പ്യൂർ വാട്ടർ. കുറച്ച് വീഡിയോസ് ലൈക്ക് അടിച്ച് വെച്ചോളൂ, കമന്റ് ചെയ്ത് വെച്ചോളൂ, ഷെയർ ചെയ്ത് വെച്ചോളൂ. ഞങ്ങളുടെ മീറ്റിംഗ് കഴിഞ്ഞു. 1:30. ആരെങ്കിലും വന്നിട്ടോ നോക്കി നോക്കാം. കുറേശ്ശെ പൈസ പഴയ പോലെ കൊണ്ടു നടക്കാൻ പറ്റുന്നില്ല. എന്താണെന്ന് വെച്ചാൽ ഇലക്ഷൻ ഡിക്ലെയർ ചെയ്തുകൊണ്ട് 50,000 രൂപയുടെ മുകളിൽ കൊണ്ടു നടക്കാൻ പ്രയാസമുണ്ട്. ബാങ്കിൽ നിന്ന് വിഡ്രോ ചെയ്താണെങ്കിൽ പോലും ചോദ്യങ്ങൾ ചോദിക്കുമ്പോൾ നമുക്ക് ബുദ്ധിമുട്ടുണ്ടാവും. ഫോളോ ചെയ്തിട്ടുണ്ടോ? എത്ര ആൾ വന്നിട്ടുണ്ട്? ആദ്യം ആരും വന്ന്? അയ്യോ, 2 ആൾ വന്നിട്ടുണ്ടോ? അപ്പൊ എന്താ ചെയ്യാ? പേരെന്താ? മുഹമ്മദ്. എവിടെ വീട്? മഞ്ചേരി അല്ലേ? ആദ്യം വന്നത് എന്താ പേര്? വാഴക്കാട്. അപ്പൊ എന്താ ചെയ്യണ്ടേ? ഞാന് 2 പേര് വന്നിട്ടുണ്ട്. മൊബൈൽ എടുക്കും, ഫോളോ ചെയ്തിട്ട് നോക്കട്ടെ. ഇത് ഒരിക്കലെങ്കിലും ഇങ്ങനെ ഒരു അവസരം എണ്ണാനുള്ള അവസരം വിചാരിച്ചിട്ടുണ്ടോ? കിട്ടിയിട്ടുണ്ടോ മുമ്പ്? കിട്ടിയിട്ടില്ല. അപ്പൊ എത്ര പേജ് ഫോളോയിങ് ആണ് അല്ലെ? അതായത് 3 പേജാണ്: ഐഫ ഹോം, ഫൈസൽ ചേരൻ, ഐഫ പ്യൂർ വാട്ടർ. ഇഷ്ടം പോലെ ലൈക്ക് കേട്ടോ. 1 2 3 4 5 6 7 8 എല്ലാത്തിനും ലൈക്ക് അടിച്ചിട്ടുണ്ട്. രണ്ടാമത് ലൈക്ക് ചെയ്തിട്ടുണ്ട്. നിങ്ങൾ നോട്ടെ. എല്ലാം ഫോളോ ചെയ്ത് വെച്ച് ഒരാഴ്ച. ഞാൻ പറയുന്നത് വെച്ചാല് 3 പേജാണുള്ളത്. 3 പേജും കുറച്ച് വീഡിയോസ് ലൈക്ക് അടിച്ച് വെച്ചോളൂ, കമന്റ് ചെയ്ത് വെച്ചോളൂ, ഷെയർ ചെയ്ത് വെച്ചോളൂ. അപ്പൊ ആക്ടിവിറ്റിയിൽ ഇവിടെ കാണാൻ പറ്റും. 3 പേജാണ് ഫോളോ ചെയ്യേണ്ടത്. നമ്മുടെ പ്യൂർ വാട്ടറിന്റെ വളരെ ശുദ്ധമായ വെള്ളം അമ്മ അസോസിയേഷനിലടക്കം ഉപയോഗിക്കുന്ന, പല സ്ഥലങ്ങളിലും ഉപയോഗിക്കുന്ന വാട്ടർ പ്യൂരിഫയർ ഐഫയുടെ ആണ്. അപ്പൊ അതിന്റെ പേജുണ്ട്, ഐഫ പ്യൂർ വാട്ടർ. അത് ഫോളോ ചെയ്ത് വെച്ചോളൂ. കുറച്ച് ലൈക്കും കമന്റും ഒക്കെ ഇട്ട് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ സൂപ്പർ ഫോളോവർ ആയി. അതുപോലെ ഐഫ ഹോം, പിന്നെ എന്റെ പേഴ്സണൽ ഫൈസൽ ചേരുന്നുള്ള പേജ്. 3 പേജാണ് ഫോളോ ചെയ്യേണ്ടത്. അപ്പൊ ഞാൻ ആദ്യത്തെ ആൾക്കൊന്ന് എണ്ണാൻ കൊടുക്കുന്നുണ്ട്. ഇപ്പൊ ഞാൻ 200 എണ്ണാൻ കൊടുക്കുന്നുണ്ട്. ടൈമർ ഒന്ന് ഓണാക്കി തരുമോ അൽത്തഫെ? 15 സെക്കൻഡ് എണ്ണിക്കോളൂ. 15 സെക്കൻഡിനുള്ള എത്ര എണ്ണം പറ്റും അത്ര സ്പീഡിൽ എണ്ണിക്കോട്ടോ. ഫാസ്റ്റ് ആയിക്കോട്ടെ. എണ്ണം പേടിയോ വിറയ്ക്കുന്നുണ്ടോ? ചെറുതായിട്ട് വിറക്കിട്ട് ട്രയൽ വരണം. ഒരു പ്രാവശ്യം ട്രയൽ വേണം. അന്നൊന്ന് ട്രയൽ എണ്ണിക്കോ. അപ്പൊ റെഡി? 1 2 3 സ്റ്റാർട്ട്. 1 2 3 4 5 6 16 17 18 23 24 25 26 26 നോട്ട് എണ്ണി. അപ്പൊ 26 × 200 എത്ര? കണക്ക് പഠിപ്പിച്ച മാഷ് പ്രത്യേകം ശ്രദ്ധിച്ചോളൂ. പെട്ടെന്ന് പറയാൻ പറ്റില്ല. 26 × 2 52 അല്ലെ? 2600 × 2 5200. 5200 രൂപ ഇന്ന് ഉച്ചയ്ക്ക് ഇങ്ങനെ കിട്ടുമെന്ന് വിചാരിച്ചിട്ടുണ്ടോ? എടുത്തോ. എന്റെ വണ്ടി ഓന ഓട്ടോ ഡ്രൈവറാണ്. വണ്ടി പെരുന്നാളിന്റെ ആക്സിഡന്റ് ആയി വർക്ക്ഷോപ്പ് കിടക്കി. കയ്യിൽ വേറെ പൈസ ഒന്നുമില്ലേ. കയ്യടിക്കേ. ഇത് പൈസ ഒന്നും ഇല്ലാത്ത ഒരാൾക്ക് 5200 രൂപ കിട്ടിയിട്ടുണ്ട്. സന്തോഷായി. അപ്പൊ ഇങ്ങനെ ഫോളോ ചെയ്ത് വെച്ചിട്ട് പല ആളുകളും ഇതൊക്കെ വെറുതെ ഫോളോ ചെയ്യണാണ്, 3 പേജ് ഫോളോ ചെയ്താൽ കിട്ടുമോ ഇല്ല എന്നൊക്കെ പറയാൻ പറ്റും. പേരെന്താണ്? ഷിബിൻ. അപ്പൊ ഷിബിന്റെ വണ്ടി എത്രയും പെട്ടെന്ന് ഇറങ്ങട്ടെ. ഒരുപാട് ആളുകൾക്ക് നല്ല സേവനം കൊടുക്കാൻ സാധിക്കട്ടെ. ഇനി ഓട്ടോറിക്ഷ മാറ്റി കാർ എടുക്കാനും അതിലും വലിയ വണ്ടികളെ എടുക്കാൻ താങ്കൾക്ക് സാധിക്കട്ടെ. എല്ലാവിധ ആശംസകളും. എന്താണ് ഐഫയെ കുറിച്ച് പറയാനുള്ളത്? ഈ ഷോപ്പിനെ കുറിച്ച് കേട്ടിട്ടുണ്ടോ? ഷോപ്പിനെ കുറിച്ചുണ്ട്. ഒരു ദിവസം ഫാമിലി ആയിട്ട് ഇവിടെ വിസിറ്റ് ചെയ്യണം. നസീഫ് ഇവിടെ ഉണ്ട്. നസീഫിനെ കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഫുഡൊക്കെ ഇവിടെ അറേഞ്ച് ചെയ്തിട്ട് വെക്കും. ഒരു ദിവസം എല്ലാരും കൂടിയിട്ട് വരണം. ഐഫയുടെ സ്നേഹം ആസ്വദിക്കണം. ഫർണിച്ചർ വാങ്ങണം നിർബന്ധമില്ല, വെറുതെ ഐഫയിലേക്ക് വരണം. എന്തായാലും ഈ ഒരു അവസ്ഥയിൽ താങ്കൾക്ക് ചെറിയൊരു ഫണ്ട്, ഇത് ഐഫ എടവണ്ണപ്പാറയാണ് നമുക്ക് തന്നിട്ടുള്ളത്. എടവണ്ണപ്പാറ ഐഫയ്ക്ക് എന്താ, ഐഫയോട് എന്തെങ്കിലും 2 വാക്ക് പറയാനുണ്ടോ? വളരെ നന്ദിയുണ്ട് എടവണ്ണപ്പാറ ഐഫെ എന്നാണ് പറയുന്നത്. സന്തോഷം. ഓഫറുണ്ട്. ആ ഹുസൈനിക്ക് വാ. ഹുസൈനിക്ക് അത് കൂടാതെ ഒരു ഓഫറും കൂടി കൊടുക്കുന്നുണ്ട്. അതായത് താങ്കൾ നല്ലൊരു ഗൂഗിൾ റിവ്യൂ കൂടി ചെയ്ത് കഴിഞ്ഞാൽ ഒരു നറുക്കെടുപ്പിലും കൂടി അവസരം കിട്ടുന്നുണ്ട്. അപ്പൊ ഐഫയിൽ വന്നാൽ വെറുതെ ആവില്ല. നിങ്ങൾ ഫർണിച്ചർ പർച്ചേസ് ചെയ്യാനൊന്നും വരണമെന്ന് ഞാൻ പറയുന്നില്ല. വെറുതെ വന്നോളൂ, ഷോറൂമിൽ നിന്ന് കണ്ടോളൂ. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഒരു അഭിപ്രായം കമന്റായി രേഖപ്പെടുത്തിക്കോളൂ. അതിനകത്ത് ഷിബിന് ഇവിടെ ഇഷ്ടപ്പെട്ട ഒരു ഫർണിച്ചറും കൂടി സെലക്ട് ചെയ്തിട്ട് എഴുതിയിടണം. അങ്ങനെയാണെങ്കിൽ ഞാൻ ചെറിയൊരു കുഞ്ഞു സമ്മാനം കൂടി തരും. കാരണം എന്താ വെച്ചാൽ ഇവിടെ ഇഷ്ടപ്പെട്ട ഒരു ഫർണിച്ചറും കൂടി സെലക്ട് ചെയ്തിട്ട് അതിന്റെ പേരും കൂടി അതിനകത്ത് എഴുതിയിട്ടുള്ളൂ. അപ്പോൾ ഐഫ ഒന്ന് മൊത്തം കാണുകയും കൂടി ചെയ്യാലോ. എന്തായാലും ഷിബിന്റെ ഐഫ സന്ദർശനം കൂടി നമ്മളൊരു വീഡിയോ ആയിട്ട് ഇടുന്നുണ്ട്. അപ്പോൾ രണ്ടാമത് വന്ന ആളുകൾക്കും ഒരു അവസരം കൊടുക്കണമെന്ന് കുറച്ച് ആളുകൾ ആവശ്യപ്പെടുന്നുണ്ട് കമന്റിൽ. നിങ്ങൾ ആദ്യം വന്ന ഒരാൾക്ക് മാത്രമേ കൊടുക്കുന്നുള്ളൂ, രണ്ടാമത് വന്ന ആളുകളെ അവഗണിക്കുന്നു എന്ന് പറയുന്നുണ്ട്. അങ്ങനെ വേണ്ട. രണ്ടാമത് വന്നത് കൊണ്ടും വണ്ടിക്കൂലി കിട്ടണ്ടല്ലേ? അപ്പൊ ഞാന് ഏത് നോട്ട്, അപ്പൊ 200 എണ്ണി നൽകി നമുക്ക് രണ്ടാമത് വന്ന ആൾക്ക് 100 എണ്ണിയല്ലോ. എണ്ണാൻ എക്സ്പെർട്ട് ആണോ? എത്ര സെക്കൻഡ് എണ്ണണം 100 നോട്ട്? നിങ്ങൾ പറഞ്ഞോ. എത്ര സെക്കൻഡ് എണ്ണണം? 10 സെക്കൻഡ് മതിയോ? അത് പറ്റില്ല. 15 തന്നെ ആക്കാം. നോട്ടിന്റെ വലിപ്പം കുറച്ചില്ലേ? അപ്പൊ 15 സെക്കൻഡ് ടൈമർ ഓൺ ആക്കിയോ. ടൈമർ ഒന്ന് ക്യാമറയിൽ കാണിച്ചോട്ടോ. അൽത്താഫ് എണ്ണിക്കോട്ടെ അല്ലേ? റെഡി? 1 2 3 4.
വേഗം വേഗം എണ്ണ അങ്ങ് എടുക്കുക, അങ്ങോട്ട് എടുക്കാറ്. 15 സെക്കൻഡ്. ഇതും കൂടെ എനിക്ക് കൊടുത്താ 15 പെട്ടത് തന്നെയാണ്. എന്ത് ചെയ്യുന്നു? ടാക്സി ഡ്രൈവറാണ്. കാറാണ് അല്ലെ? ഊബറിനോടുണ്ടോ? ഊബറിനോടുണ്ട് അല്ലെ? നമുക്ക് ഒരുപാട് സപ്പോർട്ട് ചെയ്യുന്ന ഒരു കമ്പനിയാണ് ഊബർ. എപ്പോ വിളിച്ചാലും കറക്റ്റ് സമയത്ത് എത്തും. പേരെന്താണ്? മുഹമ്മദ്. എവിടെയാ വീട്? മഞ്ചേരി. ഇപ്പൊ എത്ര രൂപ എണ്ണ എടുത്തു? 37. 37. ഒന്നൊരു വേണമെങ്കിൽ എണ്ണിക്കോ. ചിലപ്പോ ഊബറൊക്കെ ഓടുമ്പോഴേ ഒരു 100 രൂപ 200 രൂപയൊക്കെ കിട്ടുക. അതിന് 30% 20% ഒക്കെ ഊബറിനും കൊടുക്കണം. അപ്പൊ നമുക്ക് പ്രയാസം ഉണ്ടാവും. 36. അപ്പൊ 36 നോട്ട്, 35 നോട്ടാണ് എണ്ണിയത്. 100 രൂപ ഞാനും കൊടുത്താണ്. അപ്പൊ 36 നോട്ട് എണ്ണി. ഇതുപോലെയുള്ള ഫോളോവേഴ്സ് ആണ് നമുക്ക് എപ്പോഴും സപ്പോർട്ട് തരുന്നത്. ഹുസൈനിക്ക് ഇവിടെ പേരൊക്കെ എഴുതി കൊടുക്കാൻ പറഞ്ഞിട്ടുണ്ട്. ഇനി നറുക്കെടുപ്പിലും പങ്കാളികളാവുന്നുണ്ട്. ഐഫയുടെ എല്ലാ ഷോറൂമിലും ഇതുപോലെ ഗൂഗിൾ റിവ്യൂ ചെയ്യാനും നറുക്കെടുപ്പിനുള്ള അവസരങ്ങളുണ്ട്. ഫർണിച്ചർ വാങ്ങുന്ന ആളുകളെ മാത്രമല്ല, ഓരോ ആളുകളെയും നമ്മളിവിടെ വരുന്ന ആളുകളെ പരിഗണിക്കുന്നുണ്ട്. ഇനിയും ഫോളോ ചെയ്യാൻ നിങ്ങൾ മടിക്കേണ്ടതില്ല. ഫോളോ ചെയ്ത് വെച്ചോളൂ. ഫോളോ ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ ഒരു ദിവസം ഭാഗ്യം നിങ്ങളെയും തേടിയെത്തും. ഭാഗ്യക്കുരി എടുക്കുന്ന പോലെ നമ്മൾ ടിക്കറ്റിന് പൈസ ഒന്നും മുടക്കുന്നില്ല. ജസ്റ്റ് നമ്മുടെ മൊബൈലാണ്. 1000കണക്കിന് റീൽസ് കാണുന്നതിന്റെ ഇടയ്ക്ക് ഒന്ന് ഫോളോ ചെയ്ത് വെച്ചോളൂ. അവസരം നിങ്ങളെയും തേടി വരും അല്ലെ ഹുസൈനിക്ക? അവസരം തേടി വന്നതിന് തെളിവാണ് ഇപ്പൊ കണ്ടത്. തെളിവാണ് അല്ലേ? ഒരു വൈഫായിട്ടാണ് അദ്ദേഹം വന്നിട്ടുള്ളത്. എന്തെങ്കിലും കൂപ്പൺ എഴുതിയിട്ടുള്ളൂ. കേൾക്കുന്ന എല്ലാവരോടും ഇനി മടിക്കണ്ടല്ലോ, ഇനി സമയം കളയരുത്. ഇനി 3 പേജ് നിങ്ങൾ ഫോളോ ചെയ്ത് വെച്ചോളൂ. പൈസ തീർന്നിട്ടില്ല. ഞാൻ കുറച്ച് കയ്യിലെടുത്ത് എന്താന്ന് വെച്ചാൽ നേരത്തെ ഞാൻ കഥ പറഞ്ഞിട്ടുണ്ടായിരുന്നു. കുറച്ച് കയ്യിലെടുത്തിട്ടുള്ളൂ. ഇഷ്ടം പോലെ പൈസ. ഓരോ ഐഫോളും നമുക്ക് ബ്രാഞ്ചുകൾ എന്ന് വെച്ചാൽ ഒരു 45 ബ്രാഞ്ചുകളുണ്ട്. 45 ബ്രാഞ്ചുകളും ഡെയിലി നടത്താനാണ് നമ്മളോട് ആവശ്യപ്പെടുന്നത്. അവരുടെ പരസ്യം, അവരുടെ പേര് ഇടയ്ക്കിടയ്ക്ക് പറയുന്നതിന് വേണ്ടി. അപ്പൊ ഐഫ ഇടപെട പറയാന്ന് സപ്പോർട്ട് ചെയ്ത് ഐഫ ഇടപെടപ്പറയ്ക്ക് നന്ദി. കൂടെ പങ്കെടുത്ത യഥാർത്ഥ വിജി ഇദ്ദേഹം തന്നെയാണ്. താങ്ക് യു. താങ്ക് യു. ഓക്കെ. അപ്പൊ വണ്ടിയൊക്കെ പെട്ടെന്ന് ഇറങ്ങട്ടെ. ശരി.